ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് ഗോപകുമാർ. പ്രധാന വാർത്തകൾ. ഓപ്പറേഷൻ സിന്ധൂറിന്റെ പശ്ചാത്തലത്തിൽ കേന്ദ്ര സർക്കാർ വിളിച്ച സർവകക്ഷി യോഗം ന്യൂഡൽഹിയിൽ പുരോഗമിക്കുന്നു. സൈനിക നടപടിക്ക് പിന്തുണയറിയിച്ച് പ്രതിപക്ഷ പാർട്ടികൾ. അതിർത്തി മേഖലയിൽ സുരക്ഷ ശക്തമാക്കി ഇന്ത്യ. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവൽ കൂടിക്കാഴ്ച നടത്തി. നിയന്ത്രണ രേഖയിൽ പാക് ഷെല്ലാക്രമണത്തിൽ 13 മരണം. ശക്തമായി തിരിച്ചടിച്ച് ഇന്ത്യ. ജമ്മു കാശ്മീരിലെ 10 ജില്ലകളിൽ കൺട്രോൾ റൂമുകൾ തുറന്നു. പാകിസ്ഥാനിൽ 2 വ്യത്യസ്ത ആക്രമണങ്ങളിൽ 14 പാക് സൈനികർ കൊല്ലപ്പെട്ടു. ആക്രമണത്തിന്റെ ഉത്തരവാദിത്തം ഏറ്റെടുത്ത് ബലൂചിസ്ഥാൻ ലിബറേഷൻ ആർമി. സംസ്ഥാനത്ത് SSLC പരീക്ഷാ ഫലം നാളെ പ്രഖ്യാപിക്കും. IPL ക്രിക്കറ്റിൽ ഇന്ന് ഡൽഹി ക്യാപിറ്റൽസ് പഞ്ചാബ് കിങ്സിനെ നേരിടും. വാർത്തകൾ വിശദമായി. ഓപ്പറേഷൻ സിന്ധൂറിന്റെ പശ്ചാത്തലത്തിൽ കേന്ദ്ര സർക്കാർ വിളിച്ച സർവകക്ഷി യോഗം ന്യൂഡൽഹിയിൽ പുരോഗമിക്കുന്നു. സൈനിക നടപടിയുടെ വിശദാംശങ്ങൾ സർക്കാർ രാഷ്ട്രീയ കക്ഷി നേതാക്കളുമായി പങ്കുവച്ചു. രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ്, ആഭ്യന്തരമന്ത്രി അമിത്ഷാ, വിദേശകാര്യമന്ത്രി S ജയശങ്കർ, ആരോഗ്യമന്ത്രി JP നഡ്ഡ, രാജ്യസഭാ പ്രതിപക്ഷ നേതാവ് മല്ലികാർജ്ജുൻ ഖാർഗെ, ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി തുടങ്ങിയവർ യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ട്. രാംഗോപാൽ യാദവ്, സുദീപ് ബന്ദോപാധ്യായ, TR ബാലു, ചിരാഗ് പാസ്വാൻ, സുപ്രിയ സുലെ തുടങ്ങിയ നേതാക്കളും വിവിധ രാഷ്ട്രീയ കക്ഷികളെ പ്രതിനിധീകരിച്ച് യോഗത്തിൽ പങ്കെടുക്കുന്നു. ഓപ്പറേഷൻ സിന്ധൂറിലൂടെ ഇന്ത്യൻ സൈന്യം നടത്തിയ വിജയകരമായ നീക്കത്തിന് പ്രതിപക്ഷ കക്ഷികൾ ഒന്നടങ്കം പിന്തുണ അറിയിച്ചിട്ടുണ്ട്. ഓപ്പറേഷൻ സിന്ധൂറിന്റെ പശ്ചാത്തലത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവൽ ന്യൂഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തി. പ്രധാനമന്ത്രിയുടെ വസതിയിലായിരുന്നു കൂടിക്കാഴ്ച. സൈനിക നടപടി സംബന്ധിച്ച് മറ്റ് രാജ്യങ്ങളിലെ സുരക്ഷാ ഉപദേഷ്ടാക്കളുമായി ശ്രീ അജിത് ഡോവൽ ഇന്നലെ ആശയവിനിമയം നടത്തിയിരുന്നു. നിലവിലെ സംഘർഷം കൂടുതൽ രൂക്ഷമാക്കണമെന്ന യാതൊരു ഉദ്ദേശവും ഇന്ത്യയ്ക്കില്ലെന്നും എന്നാൽ പാകിസ്ഥാൻ അതിന് ശ്രമിച്ചാൽ തിരിച്ചടിക്കാൻ ഇന്ത്യ സജ്ജമാണെന്നും അദ്ദേഹം വ്യക്തമാക്കി. പഹൽഗാം ഭീകരാക്രമണത്തിന് ശക്തമായ മറുപടി നൽകിക്കൊണ്ട് പാകിസ്ഥാനിലെയും പാക് അധിനിവേശ കാശ്മീരിലെയും 9 ഭീകര കേന്ദ്രങ്ങളിലാണ് ഓപ്പറേഷൻ സിന്ധൂറിലൂടെ ഇന്ത്യൻ സേന പ്രത്യാക്രമണം നടത്തിയത്. പാക് സൈനിക കേന്ദ്രങ്ങളെ ഒഴിവാക്കി ഭീകരരുടെ താവളങ്ങൾ മാത്രം ലക്ഷ്യം വെച്ചുകൊണ്ടായിരുന്നു 25 മിനിറ്റ് നീണ്ടുനിന്ന മിസൈൽ ആക്രമണം. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ തത്സമയ നിരീക്ഷണത്തിലാണ് ഓപ്പറേഷൻ സിന്ധൂർ നടന്നത്. ജമ്മു കാശ്മീരിലെ നിയന്ത്രണ രേഖയ്ക്ക് സമീപം പാകിസ്ഥാൻ സേന നടത്തുന്ന ഷെല്ലാക്രമണങ്ങൾക്ക് ശക്തമായ മറുപടി നൽകി ഇന്ത്യ. കുപ്വാര, ബാരാമുള്ള, ഉറി, അഖ്നൂർ മേഖലകളിലാണ് പാക് സേന പ്രകോപനമില്ലാതെ വെടിവയ്പും ഷെല്ലിംഗും നടത്തിയത്. ഇന്നലെ പകൽ കനത്ത ഷെല്ലാക്രമണത്തിൽ 13 പേർക്ക് ജീവൻ നഷ്ടമായ പൂഞ്ച് മേഖലയിൽ രാത്രിയോടെ സ്ഥിതിഗതികൾ ശാന്തമായിട്ടുണ്ട്. 59 പേർക്കാണ് പാക് ഷെല്ലാക്രമണത്തിൽ പരിക്കേറ്റത്. പ്രദേശവാസികൾ ബങ്കറുകളിലേക്കും സുരക്ഷിത ഇടങ്ങളിലേക്കും മാറി. ഇന്ത്യൻ സേനയുടെ പ്രത്യാക്രമണത്തിൽ ശത്രുപക്ഷത്തിന് സാരമായ നാശനഷ്ടങ്ങളും പരിക്കുമാണുണ്ടായതെന്നാണ് ലഭിക്കുന്ന വിവരം. ജമ്മു, കത്വ, സാംബ, രജൌരി, പൂഞ്ച് എന്നീ അതിർത്തി ജില്ലകളിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ഇന്നും അവധി നൽകിയിരിക്കുകയാണ്. 10 ജില്ലകളിൽ ജമ്മു കാശ്മീർ ഭരണകൂടം കൺട്രോൾ റൂമുകളും തുറന്നു. ഭീകരവാദം പ്രോത്സാഹിപ്പിക്കുന്നതിന് പാകിസ്ഥാൻ നടത്തുന്ന പ്രവർത്തനങ്ങൾക്ക് ഇന്ത്യൻ സൈന്യം ഉചിതമായ മറുപടി നൽകുമെന്ന് ലഫ്റ്റനന്റ് ജനറൽ രാജീവ് ചോപ്ര. സൈന്യം പൂർണ്ണ സജ്ജമാണെന്നും അദ്ദേഹം ആകാശവാണിയോട് പറഞ്ഞു. मैं अपनी सिटीजन ऑफ इंडिया को ये विश्वास दिलाना चाहता हूँ कि इंडियन आर्म फोर्सेस सदैव हमेशा रेडी रहेंगी अगर कोई पाकिस्तान इस पर जवाब देता है, और पाकिस्तान को जो हम मुंह तोड़ जवाब देंगे. പാകിസ്ഥാനിലെ ബലൂചിസ്ഥാനിൽ നടന്ന 2 വ്യത്യസ്ത ആക്രമണങ്ങളിൽ 14 പാക് സൈനികർ കൊല്ലപ്പെട്ടു. ബോലൻ ജില്ലയിൽ സൈനിക വാഹന വ്യൂഹത്തിന് നേരെയുണ്ടായ IED ആക്രമണത്തിൽ 2 കമാൻഡർമാർ ഉൾപ്പെടെ 12 പാക് സൈനികരാണ് കൊല്ലപ്പെട്ടത്. കെച്ച് ജില്ലയിലും സമാനമായ ആക്രമണമാണ് ഉണ്ടായത്. ബലൂചിസ്ഥാൻ ലിബറേഷൻ ആർമി ആക്രമണത്തിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്തു. അമൃത്സറിലെ സൈനിക താവളം ആക്രമിച്ച തരത്തിൽ പാകിസ്ഥാനിലെ സമൂഹ മാധ്യമങ്ങൾ പ്രചരിപ്പിക്കുന്ന ദൃശ്യങ്ങൾ യഥാർത്ഥമല്ലെന്ന് കേന്ദ്ര സർക്കാർ. 2024 കാട്ടുതീയുടെ ദൃശ്യങ്ങളാണ് പ്രചരിക്കുന്നതെന്നും പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോ ഫാക്ട് ചെക്കിൽ അറിയിച്ചു. സ്ഥിരീകരണമില്ലാത്ത തെറ്റായ ദൃശ്യങ്ങൾ പങ്കുവയ്ക്കരുതെന്നും വസ്തുതകൾക്കായി ഔദ്യോഗിക വൃത്തങ്ങളെ ആശ്രയിക്കണമെന്നും കേന്ദ്ര സർക്കാർ നിർദ്ദേശം നൽകി. പാകിസ്ഥാനിലെ ഗുജ്റാൻവാലയിൽ ഇന്ത്യൻ ഡ്രോണുകൾ പിടികൂടിയതായി പാക് സമൂഹ മാധ്യമങ്ങൾ പ്രചരിപ്പിക്കുന്ന ചിത്രങ്ങളും വ്യാജമാണെന്ന് PIB ഫാക്ട് ചെക്ക് വിഭാഗം വ്യക്തമാക്കി. 2022 യുക്രൈൻ റഷ്യ സംഘർഷത്തിലെ ചിത്രങ്ങളാണ് ഇത്തരത്തിൽ പ്രചരിക്കുന്നത്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും @ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR ന്യൂസ് _തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AIR ന്യൂസ് _TVM X ഹാൻഡിലും ലഭ്യമാണ്. സംസ്ഥാനത്ത് SSLC പരീക്ഷാഫലം നാളെ പ്രഖ്യാപിക്കും. 4,27,021 വിദ്യാർത്ഥികളാണ് ഇത്തവണ SSLC പരീക്ഷ എഴുതിയത്. 72 കേന്ദ്രീകൃത മൂല്യനിർണ്ണയ ക്യാമ്പുകളിലാണ് ഇക്കുറി മൂല്യനിർണ്ണയം നടന്നത്. സംസ്ഥാന സർക്കാരിന്റെ വാർഷിക ആഘോഷത്തിന്റെ ഭാഗമായി പാലക്കാട്, തൃശൂർ, മലപ്പുറം ജില്ലകളുടെ മേഖലാതല യോഗം മലമ്പുഴയിൽ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ നേതൃത്വത്തിൽ പുരോഗമിക്കുന്നു. ജില്ലകളിൽ നടക്കുന്ന വികസന പ്രവർത്തനങ്ങൾ വിലയിരുത്തുകയും ഭരണപരമോ സാങ്കേതികമോ ആയ തടസ്സങ്ങൾ നേരിടുന്നവയ്ക്ക് പരിഹാരം കാണുകയുമാണ് യോഗത്തിന്റെ ലക്ഷ്യം. കണ്ണൂർ രാജ്യാന്തര വിമാനത്താവളത്തിൽ നിന്നുള്ള ഇത്തവണത്തെ ഹജ്ജ് യാത്ര ഞായറാഴ്ച ആരംഭിക്കും. ഹജ്ജ് ക്യാമ്പുകളുടെ സംസ്ഥാനതല ഉദ്ഘാടനവും പുതുതായി നിർമ്മിക്കുന്ന ഹജ്ജ് ഹൌസിന്റെ തറക്കല്ലിടലും മുഖ്യമന്ത്രി പിണറായി വിജയൻ നാളെ നിർവഹിക്കും. വിശദാംശങ്ങളുമായി ആകാശവാണി കണ്ണൂർ ജില്ലാ പ്രതിനിധി KO ശശിധരൻ. 4,788 പേരാണ് ഇത്തവണ കണ്ണൂർ രാജ്യാന്തര വിമാനത്താവളം വഴി ഹജ്ജ് കർമ്മത്തിനായി പോകുന്നത്. ഇതിൽ കോഴിക്കോട് വിമാനത്താവളത്തിൽ രജിസ്റ്റർ ചെയ്ത 500 പേരും ഉൾപ്പെടും. വിമാനത്താവളത്തിലെ കാർഗോ കോംപ്ലക്സിലാണ് ഇത്തവണയും ഹജ്ജ് ക്യാമ്പ് ഒരുക്കുന്നത്. ഇത് 3ാം തവണയാണ് കണ്ണൂരിൽ നിന്നുള്ള ഹജ്ജ് സർവീസ്. ഈ മാസം 29 വരെ എയർ ഇന്ത്യ എക്സ്പ്രസിന്റെ 28 സർവീസുകളാണ് കണ്ണൂരിൽ നിന്നുണ്ടാവുക. 171 തീർത്ഥാടകരെ ഉൾക്കൊള്ളുന്ന വിമാനമാണ് സർവീസ് നടത്തുക. ഞായറാഴ്ച രാവിലെ 4 മണിക്കാണ് ആദ്യ സർവീസ്. 3,218 പേരാണ് കഴിഞ്ഞ വർഷം കണ്ണൂരിൽ നിന്ന് ഹജ്ജ് യാത്ര ചെയ്തത്. വിമാനത്താവളത്തിനടുത്ത് കുറ്റിക്കരയിൽ കിൻഫ്രയുടെ ഒരേക്കർ സ്ഥലത്താണ് ഹജ്ജ് ഹൌസ് നിർമ്മിക്കുന്നത്. ഉത്തരാഖണ്ഡിൽ ഹെലികോപ്റ്റർ അപകടത്തിൽ 6 തീർത്ഥാടകർ മരിച്ചു. ഒരാൾക്ക് ഗുരുതരമായി പരിക്കേറ്റിട്ടുണ്ട്. ഉത്തരകാശി ജില്ലയിലെ ഗംഗ്നാനിയിലാണ് ഹെലികോപ്റ്റർ തകർന്നു വീണത്. രക്ഷാപ്രവർത്തനം പുരോഗമിക്കുകയാണ്. അപകട കാരണം അറിയുന്നതിന് ഉത്തരാഖണ്ഡ് സർക്കാർ അന്വേഷണം പ്രഖ്യാപിച്ചു. ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരാഗ്ചി 2 ദിവസത്തെ സന്ദർശനത്തിനായി ഇന്ത്യയിലെത്തി. ന്യൂഡൽഹിയിൽ നടക്കുന്ന ഇന്ത്യ ഇറാൻ ജോയിന്റ് കമ്മീഷൻ യോഗത്തിൽ അദ്ദേഹം പങ്കെടുക്കും. ഇരു രാജ്യങ്ങൾക്കുമിടയിൽ സൌഹൃദ ഉടമ്പടി ഒപ്പുവച്ചതിന്റെ 75ാം വാർഷികത്തിൽ ഉഭയകക്ഷി ബന്ധം കൂടുതൽ ശക്തിപ്പെടുത്തുന്നത് ലക്ഷ്യമിട്ടാണ് സന്ദർശനം. വിദേശകാര്യമന്ത്രി S ജയശങ്കർ സൌദി അറേബ്യ വിദേശകാര്യമന്ത്രി അദിൽ അൽ ജുബൈറുമായി ന്യൂഡൽഹിയിൽ ഇന്ന് കൂടിക്കാഴ്ച നടത്തി. ഭീകരവാദത്തെ പ്രതിരോധിക്കുന്നതിൽ ഇന്ത്യ സ്വീകരിക്കുന്ന നിലപാട് കൂടിക്കാഴ്ചയിൽ പങ്കുവച്ചതായി ശ്രീ ജയശങ്കർ സമൂഹമാധ്യമത്തിൽ കുറിച്ചു. കനത്ത മഴയെ തുടർന്നുണ്ടായ മണ്ണിടിച്ചിലിൽ ജമ്മു ശ്രീനഗർ ദേശീയപാത താൽക്കാലികമായി അടച്ചു. റംബാൻ ജില്ലയിലാണ് മണ്ണിടിച്ചിൽ ഉണ്ടായത്. റോഡിൽ നിന്നും മണ്ണ് നീക്കം ചെയ്യാനുള്ള നടപടികൾ പുരോഗമിക്കുകയാണ്. പുതിയ മാർപ്പാപ്പയെ തെരഞ്ഞെടുക്കുന്നതിനായി വത്തിക്കാനിൽ ഇന്നലെ നടന്ന ആദ്യഘട്ട വോട്ടെടുപ്പ് തീരുമാനമാകാതെ പിരിഞ്ഞു. 133 കർദിനാൾമാർ പങ്കെടുക്കുന്ന വോട്ടെടുപ്പ് സിസ്റ്റൈൻ ചാപ്പലിൽ ഇന്നും തുടരും. സെന്റ് പീറ്റേഴ്സ് ബസിലിക്കയിൽ നടന്ന വിശുദ്ധ കുർബാന അർപ്പണത്തിന് ശേഷമായിരുന്നു കർദിനാൾമാർ ഇന്നലെ തെരഞ്ഞെടുപ്പിനായി ഒത്തുകൂടിയത്. പുതിയ മാർപ്പാപ്പയെ തെരഞ്ഞെടുക്കുന്നതോടെ ചാപ്പലിൽ നിന്നും വെളുത്ത പുക ഉയരും. IPL ക്രിക്കറ്റിൽ ഇന്ന് ഡൽഹി ക്യാപിറ്റൽസ് പഞ്ചാബ് കിങ്സിനെ നേരിടും. രാത്രി 7:30 ധരംശാലയിലാണ് മത്സരം. ഇന്നലെ നടന്ന മത്സരത്തിൽ ചെന്നൈ സൂപ്പർ കിങ്സ് കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിനെ 2 വിക്കറ്റിന് പരാജയപ്പെടുത്തി. ത്രിരാഷ്ട്ര വനിതാ ഏകദിന ക്രിക്കറ്റ് ടൂർണമെന്റിൽ ഫൈനലിൽ പ്രവേശിച്ച് ഇന്ത്യ. ദക്ഷിണാഫ്രിക്കയെ 23 റൺസിനാണ് ഇന്ത്യ പരാജയപ്പെടുത്തിയത്. ഞായറാഴ്ച നടക്കുന്ന ഫൈനലിൽ ശ്രീലങ്കയാണ് ഇന്ത്യയുടെ എതിരാളി. രാജ്യത്തെ ഓഹരി വിപണികളിൽ ചാഞ്ചാട്ടം. ദേശീയ ഓഹരി സൂചിക സെൻസെക്സ് 45 പോയിന്റ് നേട്ടത്തിൽ 80,792-ലും ദേശീയ ഓഹരി സൂചിക നിഫ്റ്റി 14 പോയിന്റ് നഷ്ടത്തിൽ 24,399-ലും വ്യാപാരം പുരോഗമിക്കുന്നു. സ്വർണ്ണവില ഉയർന്നു. പവന് 440 രൂപ ഉയർന്ന് 73,040 രൂപയും ഗ്രാമിന് 55 രൂപ ഉയർന്ന് 9,130 രൂപയുമാണ് ഇന്നത്തെ വില. പ്രധാന വാർത്തകൾ വീണ്ടും. ഓപ്പറേഷൻ സിന്ധൂറിന്റെ പശ്ചാത്തലത്തിൽ കേന്ദ്ര സർക്കാർ വിളിച്ച സർവകക്ഷി യോഗം ന്യൂഡൽഹിയിൽ പുരോഗമിക്കുന്നു. സൈനിക നടപടിക്ക് പിന്തുണയറിയിച്ച് പ്രതിപക്ഷ പാർട്ടികൾ. അതിർത്തി മേഖലയിൽ സുരക്ഷ ശക്തമാക്കി ഇന്ത്യ. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവൽ കൂടിക്കാഴ്ച നടത്തി. നിയന്ത്രണ രേഖയിൽ പാക് ഷെല്ലാക്രമണത്തിൽ 13 മരണം. ശക്തമായി തിരിച്ചടിച്ച് ഇന്ത്യ. ജമ്മു കാശ്മീരിലെ 10 ജില്ലകളിൽ കൺട്രോൾ റൂമുകൾ തുറന്നു. പാകിസ്ഥാനിൽ 2 വ്യത്യസ്ത ആക്രമണങ്ങളിൽ 14 പാക് സൈനികർ കൊല്ലപ്പെട്ടു. ആക്രമണത്തിന്റെ ഉത്തരവാദിത്തം ഏറ്റെടുത്ത് ബലൂചിസ്ഥാൻ ലിബറേഷൻ ആർമി. സംസ്ഥാനത്ത് SSLC പരീക്ഷാഫലം നാളെ പ്രഖ്യാപിക്കും. IPL ക്രിക്കറ്റിൽ ഇന്ന് ഡൽഹി ക്യാപിറ്റൽസ് പഞ്ചാബ് കിങ്സിനെ നേരിടും. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകിട്ട് 6:30.